അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി അധപ്പതിച്ചിരിക്കുകയാണോ നൗഷാദ് കുരുവട്ടൂരി? സ്വന്തം അനുയായികളുടെ ഭാര്യമാരെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയാണോ നൗഷാദ് കുരുവട്ടൂരി സമയം ചെലവഴിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാറില്ല. പക്ഷേ നൗഷാദിനെ പഠിപ്പിച്ച ഉസ്താദുമാരടക്കമുള്ള പണ്ഡിതന്മാരെ, താജുൽ ഉലമയെ, ശൈഖുന എ പി ഉസ്താദിനെ, പേരോട് ഉസ്താദിനെ, പൊന്മൾ ഉസ്താദിനെ തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാരെ തെറി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കള്ള ത്വരീഖത്തിനെ വെളുപ്പിച്ചെടുക്കാനും വളർത്തിയെടുക്കാനുമുള്ള ഇവന്റെ ശ്രമങ്ങൾ കാണുമ്പോൾ, അതിനുവേണ്ടി ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഷിയാക്കൾ അവരുടെ ഏത് തോന്നിവാസത്തിനു വേണ്ടിയും അലി റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ കൂട്ടുപിടിക്കാറുള്ളത്. ഇതുപോലെ കുരുവട്ടൂരി കള്ളത്വരീഖത്തുകാരുടെ തോന്നിവാസങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നൗഷാദ് കുരുവട്ടൂരിയും കോമാട്ടുചാലിൽ അബ്ദുള്ളയും അവന്റെ അനുയായികളും കൂട്ടുപിടിക്കുന്നത് ശൈഖുന CM മടവൂരിനെയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ശറഇന്റെ നിയമം അംഗീകരിക്കാത്ത, അതനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ ശൈഖന്മാരായി ചമഞ്ഞ് ചേക്കുമാരായി വന്നാൽ അവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നൗഷാദിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നൗഷാദ് പറയട്ടെ. നിയമങ്ങളെ വലിച്ചു കീറുന്നത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പ്രശ്നമാക്കാതെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നില്ലെന്ന് പറയണ്ട. അത് കള്ളത്തൊരീഖത്ത് തന്നെയാണ്. അതിന്റെ പിന്നാലെ പോയാൽ ആഖിറം നഷ്ടപ്പെടും കേട്ടോ. ഗൗരവമായി ചിന്തിക്കണം. മരിക്കാൻ നേരത്ത് ഒരാള് ഈ ത്വരീഖത്തെല്ലാം തെറ്റാന്ന് അപ്പ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല, രക്ഷപ്പെടൂല. ഈ സകല കള്ളത്തൊരീഖത്തുകാരോടും സകല പുത്തൻവാദികളോടും നമ്മുടെ മനസ്സിൽ എത്ര വെറുപ്പുണ്ടാകുന്നുവോ അത്രയും നമ്മൾ രക്ഷപ്പെടും കേട്ടോ. എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് നൗഷാദ് കുരുവട്ടൂരി കള്ളത്തൊരീഖത്തുകാരെ കൈകാര്യം ചെയ്യുന്നത്. ശരീഅത്തിന്റെ നിയമങ്ങൾ വലിച്ചു കീറുന്നവർ എത്ര വലിയ ശൈഖാണെന്ന് പറഞ്ഞു വന്നാലും അവരെ ശൈഖായി അംഗീകരിക്കരുത്. അവർ കള്ളത്തൊരീഖത്തിന്റെ ആളുകളാണ്, അവർ ചേക്കുമാരാണ്, ചേക്കുട്ടിമാരാണ്. കോമാട്ടുചാലിൽ കുഞ്ഞൗല ചേക്കുട്ടി പാപ്പയാണ് എന്നാണോ നൗഷാദ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും.
അത്ര കൃത്യമായിട്ടാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരുത്തനെയും ഷെയ്ഖായി അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ്. അവൻ കള്ളത്തൊരീക്കത്തുകാരനാണ്, അതിൽ സംശയിക്കേണ്ടതില്ല. കള്ളത്തൊരീക്കത്തിലാണ് ഞാൻ പെട്ടതെന്ന് മരണവേളയിൽ ബോധ്യപ്പെട്ടിട്ട് കാര്യമുണ്ടാവുകയില്ല. അതിനു മുമ്പേ രക്ഷപ്പെടലാണ് നല്ലതെന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തിയ നൗഷാദിന് നമുക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കള്ളത്തൊരീക്കത്തുകൾക്കെതിരെ, പുത്തൻവാദികളായ വഹാബി ജമാഅത്തെ ഇസ്ലാമി പോലത്തെ കക്ഷികൾക്കെതിരെ ശക്തമായി പോരാടിയിരുന്ന നല്ലൊരു പ്രഭാഷകനായിരുന്നു നൗഷാദ് കുരുവട്ടൂരി. ആ നൗഷാദ് കുരുവട്ടൂരിയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പുകാരന്റെ വേഷമണിഞ്ഞിരിക്കുന്നത്. കുരുവട്ടൂരികളായ അനുയായികൾ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് ഭാര്യമാരെ കാഴ്ചവെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇങ്ങനെ അധപ്പതിച്ചു പോയതിൽ വലിയ വിഷമമുണ്ട്. അതിനുവേണ്ടി മഹാനായ CM വലിയുല്ലാഹിയെ കൂട്ടിപ്പിടിക്കുന്നതിൽ അതിലേറെ സങ്കടമുണ്ട്. നമുക്കതിലോട്ട് പോകാം. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? എന്താണ് മനസ്സിലാക്കേണ്ടത് നൗഷാദെ? ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ ഒരു വലിയന്റെ സമീപത്ത് ആർക്കും വരാം, വരുന്നതിന് വിരോധമില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ അതിനെ ആരും എതിർത്തിട്ടുമില്ല. വലിയ ആവണമെന്ന് മാത്രം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. എത്ര വലിയ ഷെയ്ഖാണെങ്കിലും ഏത് ഷെയ്ഖാണെങ്കിലും ഒരു അന്യ പെണ്ണിനെ അടുത്തിരുത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു ഷെയ്ഖിനും ഇസ്ലാം ഇത്തരം അധികാരങ്ങൾ നൽകിയിട്ടില്ല. ഇസ്ലാം നൽകാത്തൊരു അധികാരം ഉണ്ടെന്ന് വാദിക്കുന്നവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയുണ്ട്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. അന്യ പെണ്ണിന്റെ ശരീരത്തെ ഷെയ്ഖിന് തോന്നിയതുപോലെ ചെയ്യാൻ ആരാണ് ചങ്ങാതി അധികാരം നൽകിയത്? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. ഔലിയാക്കൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യലാണല്ലോ പണി. പോയി പണിയൊക്കെ എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. പത്രത്തിൽ കണ്ടിരുന്നു കോമാട്ടുചാലിൽ അബ്ദുള്ള ആകാശം ഭൂമിയാക്കി, ഭൂമി ആകാശാക്കി. അവസാനം ലോകരാജ്യത്തുള്ള എല്ലാ ഭരണാധികാരികളും ഇടപെട്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയോട് ഭൂമി ഭൂമിയായും ആകാശം ആകാശമായും ആക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതായി പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിയാ? വളരെ കറക്റ്റ്. ബാക്കി പറ. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ വർത്താനാ? ഓരോ വർത്താനങ്ങൾ പറഞ്ഞു കേൾക്കണ്ട ഉണ്ടെങ്കിൽ ഇയാള് പറഞ്ഞ മറുപടിയാ അതിന് തരാനുള്ളത്. അല്ല ചങ്ങാതി, നാണമില്ലേ നിനക്ക്? നിന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് നിന്റെ ഭാര്യയും നിന്റെ പെൺമക്കളും നിന്റെ മറ്റു കുട്ടികളും അതുപോലെ കുരുവട്ടൂരികളായ ആളുകളുടെ ഭാര്യമാരും പെൺമക്കളുമൊക്കെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് സമമാണ്, എന്തും ചെയ്യാം എന്ന് പറയാൻ ലവലേശം ഉളുപ്പ് നിനക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലേ? ഒരു അന്യപെണ്ണ് എങ്ങനെയാണ് ഒരു അന്യപുരുഷന് സമമാകുക? അവൻ എന്തും ചെയ്യാം, അവന്റെ അടുത്തിരുത്താം, അവളുടെ ശരീരം അവൻ ഇഷ്ടമുള്ളതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് ചെയ്യാമെന്ന് ആരാണ് നിന്നെ പഠിപ്പിച്ചത്? അതറിയണമെങ്കിൽ നിന്റെ സംസാരം തന്നെ കേൾക്കലാവും നല്ലത്. ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നു. ഇതാണ് നിന്റെ കുഴപ്പം. നീ പഠിച്ച ഇൽമുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉസ്താദുമാരെയൊക്കെ ചീത്ത പറഞ്ഞ് ഉസ്താദുമാരുടെയൊക്കെ കുരുത്തക്കേട് സമ്പാദിച്ച് ഇപ്പോൾ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൈക്കയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൂട്ടിക്കൊടുപ്പിന്റെ പണിയെടുക്കാൻ നീ തയ്യാറായത്. അങ്ങനെയുള്ളവരോട് എന്താണ് പറയേണ്ടതെന്ന് നീ തന്നെ പറ. നിങ്ങൾക്കൊക്കെ ഒരു നിലവാരമുള്ള ആ ചങ്ങായി നിങ്ങളെ നശിപ്പിക്കാണ്. വേഗം തിരിഞ്ഞു പോന്നേക്ക്, വേഗം പറഞ്ഞേക്ക്. അത് അയാൾ പറഞ്ഞിട്ട് പറയിച്ചതാണ്. ഞങ്ങൾ
ശരീരത്തിന്റെ നിയമങ്ങളെ വലിച്ചു കീറുന്നത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പ്രശ്നമാക്കാതെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നില്ലെന്ന് പറയണ്ട. നൗഷാദെ, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിനക്കൊക്കെ ഒരു നിലവാരം ഉണ്ടായിരുന്നു. ആ നിലവാരം നീയായി നഷ്ടപ്പെടുത്തി. ഇനിയും വൈകിട്ടില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൈക്കയാകുന്നതിന് പകരം അവൻ പറഞ്ഞതൊക്കെ വലിച്ചെറിഞ്ഞ് കാട്ടുകള്ളനാണെന്ന വൈരത്തൂർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് തിരിഞ്ഞുപോരി. എന്നാ നിനക്ക് രക്ഷപ്പെടാം. നഷ്ടപ്പെട്ടുപോയ നിലവാരം വീണ്ടെടുക്കാം. അല്ലാതെ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ തോന്നിവാസങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശൈഖുന CM വലിയുള്ളാഹിയുടെ പേരിലൊക്കെ പച്ച നുണകൾ പറഞ്ഞ് ഔലിയാക്കളുടെ കുരുത്തക്കേട് സമ്പാദിച്ച് ചില നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഇനിയും നിലവാരമില്ലാത്തവനായി അകപ്പതിക്കാൻ നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ശുപാർശ ലഭിക്കാതെ പോകും. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മുമ്പിൽ നിന്റെ ഭാര്യ പോലും സമമാണെന്ന് പറഞ്ഞ് മറ്റു കുരുവട്ടൂരികളുടെ ഭാര്യമാരെയും കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഇത്തരം തോന്നിവാസങ്ങൾ നീ പറയുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ള കുറച്ചു കഴിഞ്ഞാൽ നിന്നെയും ഒരു പുരോഹിതനായി അവരോധിക്കും. അപ്പോൾ നിനക്കും ഇത്തരം നേട്ടങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് നീ പറയുന്നതെങ്കിൽ ലജ്ജയില്ലാത്തവൻ അവൻ ഉദ്ദേശിച്ചത് ചെയ്യുമെന്നത് പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ട് നഷ്ടമാകുന്നത് ദുനിയാവ് മാത്രമല്ല ആഖിറം കൂടിയാണെന്ന് ചിന്തിക്കാൻ വൈകാതെ തന്നെ നിനക്ക് സമയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് ആദരിച്ചിരുന്നു. ആ നിലവാരത്തിലേക്ക് നീ ഇനിയും വരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.